അതിൻ്റെ എഞ്ചിൻ കോളിസിൻ്റെ ടെർബോ എഞ്ചിനാണ്. ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ടൊയോട്ട കോളിസിൻ്റെ ടൈം ബെൽറ്റ് മാറ്റാനാണ്. അപ്പോൾ നമുക്ക് ടൈം ബെൽറ്റ് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. ഇതാണ് നമുക്ക് ബെൽറ്റ് മാറേണ്ടത്. അപ്പം നമുക്ക് ആദ്യം റേഡിയേറ്ററും അതിൻ്റെ ഫാനും ഒക്കെ അയച്ച് മാറ്റേണ്ടി വരും കേട്ടോ. മാറ്റിയിട്ട് ഈ 4 ബെൽറ്റ് വരുന്നുണ്ട്. മൊത്തം 4 പുള്ളിയാണ് ക്രാങ്കിൽ. 4 ഗ്രൂവിൽ കിടക്കുന്ന 4 ബെൽറ്റും റിമൂവ് ചെയ്യണം. വാട്ടർ പമ്പിന് 2 ബെൽറ്റും, ഇതൊന്ന് ഇതിൻ്റെയാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ, ഇതൊന്ന് AC-യുടെ. അങ്ങനെ മൊത്തം 4 ബെൽറ്റ് ഉണ്ട്. ഈ 4 ബെൽറ്റ് റിമൂവ് ചെയ്ത് ഈ ടൈമിംഗ് കവർ അയക്കാം. ക്രാങ്കിൻ്റെ ബോൾട്ട് ലൂസ് ചെയ്യണം. അതിനുശേഷമാണ് ബാക്കിയെല്ലാം ലൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിൻ്റെ ടൈമിങ് നോക്കാം ഗൈസ്. അപ്പം ഈ ക്രാങ്കിൻ്റെ പുള്ളിയും ക്രാങ്കിൻ്റെ ലോക്കും ഇതുമായിട്ട്, അതാ ഈ ഒരു ഗാഡി ഉണ്ടല്ലേ, ഈ ഒരു ഗാഡിയുമായിട്ട് സെയിം ആയിരിക്കണം, സ്ട്രൈറ്റ് ആയിരിക്കണം. ഈ ഗാഡിയും ഇതുമായിട്ട് ക്രാങ്കിന് അതാണ് ടൈമിങ്. പിന്നെ നമുക്ക് പമ്പിൻ്റെ ടൈമിങ് ഇതാ, ഈ ഒരു ലൈനും ഈ ഒരു ലൈനും കേസിലൊരു ലൈൻ വരും, അത് ഇതും സെയിം ആയിരിക്കണം. വേറെ 2 മാർക്കൊന്നുമില്ല കേട്ടോ, സിംഗിൾ മാർക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇത്ര ലോക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം സെയിം ആവും. ഈ ഒരു ലോക്കായിരിക്കണം. പിന്നെ ക്യാമിൻ്റെ ഈ താഴെയാണ് മാർക്ക് കേട്ടോ ഗൈസ്, ഈ ആരോയും ഈ വെട്ടും. അപ്പം ഇത്രയും സെയിം ആണെങ്കിൽ പക്ക ടൈമിംഗ് ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു ടെൻഷനർ വരും, ഇവിടെ ബെൽറ്റിൻ്റെ ടെൻഷനർ. ഇതിവിടെ പറഞ്ഞത് ഫ്രീ വീലാണ് കേട്ടോ, ഇത് ടെൻഷനർ, പിന്നെ ക്രാങ്ക്. നമുക്ക് ബെൽറ്റ് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ടൈമിംഗ് സെറ്റ് ചെയ്ത കേട്ടോ. അപ്പം ക്രാങ്കിൻ്റെ പുള്ളിയും ഗാഡിയും ലെവലായിട്ടാണ് നിൽക്കുന്നത്, ഉണ്ടല്ലോ. അതുപോലെ പമ്പ് കറങ്ങും കേട്ടോ, അതുകൊണ്ട് നമ്മൾ റിങ്സ് ഇട്ട് ലോക്ക് ചെയ്ത് തന്നെ പിടിച്ചിടണം, അതും ലെവലാണ്. പിന്നെ ക്യാം പക്ക ലെവലാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എളുപ്പമാണ് നമുക്ക് ടൈമിംഗ് സെറ്റ് ചെയ്യാനൊക്കെ. പിന്നെ ഇത് വെറും ഡമ്മിയാണ് കേട്ടോ, ടെൻഷനർ വെറും വീൽ. ഇതാണ് അതിൻ്റെ ടെൻഷനർ. ഇത് ലോക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ സ്പ്രിങ്ങിൻ്റെ ടെൻഷനുണ്ട്. അപ്പോൾ ഇത് ലൂസ് ചെയ്തിട്ട് സ്പ്രിങ്ങിനെ വലിച്ചിട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബെൽറ്റ് ഓവർ ടൈറ്റ് ആവാനും പാടില്ല. നമ്മൾ ടൈറ്റ് ചെയ്തില്ല, എന്നാലും ഇത്ര പ്ലേ ഉണ്ട്. എന്നാലും ഒരു പൊടിക്ക് ടൈറ്റ് ചെയ്യണം. ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. വളരെ വളരെ ഈസിയാണ് ഗായ്സ്. നമ്മൾ ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കറക്കി നോക്കണം കേട്ടോ ഗായ്സ്. എന്നിട്ട് ടൈമിംഗ് കറക്റ്റാണോ നോക്കണം. ബെൽറ്റിൻ്റെ ലൂസ് അനുസരിച്ച് ഒരു പല്ല് മാറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെല്ലാം നോക്കി തന്നെ ചെയ്യണം ഗായ്സ്. അപ്പം കറക്റ്റ് ഒരു കറക്ക് കറങ്ങിയതിന് ശേഷം, ഒരു കറക്കെന്ന് വെച്ചാൽ ക്രാങ്ക് 2 കറക്കും, ബാക്കിയൊക്കെ ഒരു കറക്കാം. ഇപ്പം ടോപ്പിലായി, ബാക്കിയൊക്കെ ടൈമിങ് മാറി കിടക്കണ്ട. ഇപ്പം ടോപ്പിലാണെങ്കിലും ടൈമിങ് മുകളിലാണ് ആരോ കിടക്കണം. ഈ ആരോ താഴോട്ട് വരണം, എന്നാലേ ഫസ്റ്റ് സെൻറ്റർ ആവുള്ളൂ. ഒരു കറക്കും കൂടെ. അപ്പോൾ കറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം. കറക്റ്റ് നമ്മൾ ടൈമിങ് വെച്ചിരിക്കണം കേട്ടോ. ഒരു പൊടിക്ക് ബാക്കിലോട്ട് പോകണം. ഇപ്പോഴാണ് കറക്റ്റ് ടൈമിങ്. ഇപ്പോൾ ക്രാങ്ക് കറക്റ്റ് ടൈമിങ്ങിന് വെച്ചതിന് ശേഷം പമ്പ് നോക്കിയപ്പം പക്ക. അപ്പോൾ എല്ലാം ഓക്കെയാണ് കേട്ടോ. ഇതും കറക്റ്റാണ്, കണ്ടില്ലേ? കറക്റ്റ് സ്ട്രൈറ്റ് നോക്കുമ്പോൾ കറക്റ്റാണ്, എല്ലാം ഓക്കെയാണ് ഗൈസ്. അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം ഒരു കറക്ക് കറങ്ങണം. അതെന്താ വെച്ചാൽ നമ്മൾ ബെൽറ്റ് വലിച്ച് ടൈറ്റ് ചെയ്യുമ്പം ക്രാങ്ക് കറങ്ങാനോ പമ്പ് കറങ്ങാനോ ഇതൊക്കെ ഫ്രീ ആണ്. പമ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീ വീലാണ്. ക്യാമ് കറങ്ങൂല, എന്നാലും ഒരു സ്റ്റെപ്പൊക്കെ കറങ്ങാൻ ചാൻസ് കൂടുതലാണ്, ഒരു പല്ല്. അതുകൊണ്ട് നിങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് കറക്കി സെറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ കവറിടാവൂ, സ്റ്റാർട്ട് ചെയ്യാവൂ. ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ് ടൈമിംഗ് സെറ്റ് ചെയ്യാൻ. ഇത് വാട്ടർ പമ്പാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ടൈമിങ്ങിൻ്റെ. വളരെ വളരെ ഈസി മെത്തേഡാണ് ഇതിൻ്റെ ടൈമിങ്. ബൈ ബൈ, സി യു. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.